ഹായ്, ഞാൻ ടിൻഡു സുബിൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വഴനയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം എന്ന് പറഞ്ഞ ചക്ക കൊണ്ടുണ്ടാക്കുന്ന അട നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം നല്ല ചക്ക ചുളയെല്ലാം നല്ലതായിട്ട് അടത്തി അത് നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഇത് വരിക്കച്ചക്കയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ കൈകൊണ്ട് ഞെരടി എടുക്കാവുന്നതാണ്. ഇത് നമ്മൾ അരിഞ്ഞിട്ട് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമായത് ശർക്കരയാണ്. ശർക്കര പാനിയാക്കിയിട്ടാണെങ്കിൽ ഉരുണ്ട ശർക്കരയാണെങ്കിൽ പാനിയാക്കുക, അല്ലെങ്കിൽ ശർക്കര പൊടിയെടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടി പൊടിച്ച് വെക്കുക, രണ്ടും കൂടെ പൊടിയാക്കി വെക്കുക. പിന്നെ നമുക്ക് അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും. അരിപ്പൊടിയാണ് കൂടുതൽ വരേണ്ടത്, ഗോതമ്പ് പൊടി 4/1 ഭാഗം അങ്ങനെ. ഇത് നമ്മളിപ്പം പൊടിച്ച് വെച്ച ഏലക്കയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് തേങ്ങാക്കൊത്തും അത് നമുക്ക് നെയ്ക്കകത്തൊന്ന് വറുത്തെടുത്ത് വയ്ക്കാം. അത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കൊന്ന് നല്ല കടിക്കാനൊക്കെ കിട്ടും തേങ്ങാക്കൊത്ത്. അപ്പോൾ അത് രണ്ടും കൂടെ നമുക്കൊന്ന് നെയ്യിൽ വറുത്തെടുത്ത് വെക്കണം. പിന്നെ നമുക്ക് നല്ലതായിട്ട് അകലമുള്ള നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ചക്കയുടെ മിക്സ്, ചക്ക അരച്ച് വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. ചക്കയുടെ പൾപ്പ് അത് അരച്ചത് നമുക്ക് അതിനകത്തോട്ട് ചേർക്കാം. ഇനി അതിനകത്തോട്ട് നമുക്ക് ശർക്കര പാനിയാണെങ്കിൽ അത് ഒഴിക്കുക, ഇല്ലെങ്കിൽ ശർക്കര പൊടി ഇടുക. ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. രണ്ടും കൂടെ നല്ലതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആവും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് രണ്ടും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എപ്പോഴും ചക്ക വേണം കൂടുതലായിട്ട് നിൽക്കാനായിട്ട്. ഇതുപോലൊരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് തേങ്ങ, നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുക. ആ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. തേങ്ങയും ഇതും കൂടെ മിക്സ് ചെയ്യാനായിട്ട് ഇളക്കുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും അതും കൂടെ ഇടുക. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏലക്കാപ്പൊടി എടുത്ത് ഇടുക. ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഇപ്പോൾ വഴനയില കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് വാഴയിലയാണ്. വാഴയില ഇതുപോലെ കുമ്പിള് കുത്തിയിട്ട് അതിനകത്തോട്ട് ഒരു കുറച്ച് നമ്മൾ വെച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് മൂടിയിട്ട് എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കിത് നമ്മുടെ സ്റ്റീമറിലോട്ട് മാറ്റാം. നന്നായിട്ട് ആവി കയറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കത് സ്റ്റീമറിലോട്ട് വെച്ചിട്ട് ഇനി അത് ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റീമറിൽ വെച്ച് ഇനി അത് ഇരുന്ന് ഒന്ന് വേകട്ടെ, വെന്തിട്ട് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മുടെ വഴനയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. പഴുത്ത ചക്ക കിട്ടാൻ ചാൻസ് ഉള്ളവർ ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.